ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ ആദരവോടെ കർത്താവിനെ നമ്മുടെ ഇടയിലേക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനീശുവേ, ആരാധന ആരാധന ആരാധന. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനീശുവേ, ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ഈ സമയം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരിക എന്നുള്ളത്. പുറമേയുള്ള ചില മാറ്റങ്ങളല്ല, അടിസ്ഥാനപരമായ മാറ്റം. നമുക്കറിയാലോ, ഒരു വീട് നമ്മൾ അല്പസ്വല്പം റിപ്പയറിംഗ് പണി ചെയ്യുന്നതും ഒരു വീട് പൊളിച്ചു പണിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ, അതിന് ചില അടിസ്ഥാന തിന്മകൾ വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കണം. ഈ ആരാധനയിൽ നമ്മുടെ ചിന്തകളെ നയിക്കേണ്ടതിന് നമുക്ക് ഒരു വചനഭാഗമെടുക്കാം. ജോയൽ പ്രവാചകൻ 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വചനഭാഗം നമുക്ക് ശ്രവിക്കാം. ജോയൽ 2:12 മുതൽ 17 വരെ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. ഒരുപാട് കാര്യങ്ങൾ ചേർത്താണ് ഈ ഒറ്റ വചനം നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. ഈ ആരാധനയിൽ സംഭവിക്കേണ്ടത് അതാണ്. തുടർന്ന് വായിച്ചാൽ, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. പലപ്പോഴും നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ വസ്ത്രം കീറുന്ന അവസ്ഥയിൽ ഒതുങ്ങിപ്പോകാറുണ്ട്. അതല്ല, ഹൃദയം കീറണം. ഹൃദയം കീറി ഒരു കുമ്പസാരം, ഒരു അനുതാപം, ഒരു പ്രാർത്ഥന, അങ്ങനെയുള്ളത് സംഭവിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ സംഭവിക്കും.
തുടർന്ന് വായിച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ഇതാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരില്ല. ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയ ബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു? സിയോണിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചു കൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ, കുട്ടികളെയും മുല കുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. 17-ാമത്തെ വചനം പറയാണ്, കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നാം എല്ലാവരും ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ നമ്മൾ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, കരമുയർത്തി സ്വരമുയർത്തി ദൈവത്തെ വിളിക്കുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം. അബോധ്യത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ റൂഹായി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായി എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ദൈവത്തിൻ്റെ റൂഹായി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായി എന്നെ ശുദ്ധീകരിക്കണമേ. പാപബോധം നൽകണമേ. അനുതാപ കണ്ണീർ നൽകണമേ. പാപം വെറുത്തുപേക്ഷിക്കുവാൻ ആത്മാവേ എന്നിൽ നിറയണമേ. പാപബോധം നൽകണമേ. അനുതാപ കണ്ണീർ നൽകണമേ. പാപം വെറുത്തുപേക്ഷിക്കുവാൻ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ അഗ്നിയാൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ദൈവത്തിൻ്റെ റൂഹായി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായി എന്നെ ശുദ്ധീകരിക്കണമേ.
സകല പാപതിന്മകളും എന്നിൽ നിന്നകറ്റണമേ. എന്നിലുള്ള പാപത്തെ തകർത്തെറിയണമേ. പാടാം. സകല പാപതിന്മകളും എന്നിൽ നിന്നകറ്റണമേ. എന്നിലുള്ള പാപത്തെ തകർത്തെറിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ദൈവത്തിന്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ 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 മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധീകരിക്കുന്ന അഗ്നിയായി അങ്ങ് ഞങ്ങളിൽ ഒന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അശുദ്ധരെ വിശുദ്ധീകരിക്കുന്ന ശക്തിയായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്തിന്റെ പരമായി അങ്ങ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വസ്ഥാനങ്ങളിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ആസ്വദിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ അവസ്ഥകളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം. ഹൃദയം കൊണ്ട് ദൈവത്തോട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതം അടിപിടി മാറ്റുവാനുള്ള ആ ഒരു കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനേക്കാൾ അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ ജീവിതത്തിനുണ്ടാകണം. അതിനാവശ്യമായ ചില കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1866 1876 ഈ രണ്ട് പാരഗ്രാഫ് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ സിൻസ്, അടിസ്ഥാന തിന്മകൾ. അടിസ്ഥാന തിന്മകളെന്ന് പറയപ്പെട്ടിരിക്കുന്നത് അത് മറ്റു പല പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് കൊണ്ടാണ്. ഈ പാപത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താലോലിച്ചാൽ അത് പല പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അപ്പം അതുകൊണ്ട് അടിസ്ഥാന തിന്മകൾ വേരോടെ പിഴുതെറിയണം. അങ്ങനെയുള്ളവർക്കാണ് ആത്മീയത പണിതുയർത്താനായിട്ട് സാധിക്കുന്നത്. ആത്മീയതയിൽ തങ്ങളുടെ ജീവിതം പണിതുയർത്താൻ സാധിക്കുന്നത്. 7 അടിസ്ഥാന തിന്മകളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന തിന്മകളെന്ന് പറയാനുള്ള കാരണം അടിസ്ഥാനപരമായിട്ട് ഇവ പുണ്യങ്ങൾക്ക് വിപരീതമാണ്. നാം പുണ്യജീവിതം നയിക്കേണ്ടവരാണ്. ആ പുണ്യജീവിതത്തിന് എതിരായി വരുന്ന കാര്യങ്ങളാണ് അടിസ്ഥാന തിന്മകൾ. ഒന്നാമത്തേത് അഹങ്കാരം. എളിമ എന്ന പുണ്യത്തെ തകർക്കുന്നതാണ് അഹങ്കാരം. ദൈവാനുഗ്രഹം കിട്ടാൻ നമ്മൾ എളിമയിലാണ് വളരേണ്ടത്. അഹങ്കരിച്ചാൽ അത് നാശത്തിലേക്ക് നമ്മളെ നയിക്കും. കർത്താവേ, എന്നിലെ അഹങ്കാരം പിഴുതെറിയുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക.
രണ്ടാമത്തെ അടിസ്ഥാന തിന്മയാണ് അസൂയ. ദയ എന്ന പുണ്യത്തെ തകർക്കുന്നതാണ് അസൂയ. മറ്റുള്ളവരോട് ദയ കാണിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അസൂയയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നാം തകർക്കുകയാണ്, അവർക്ക് വേദനയും നൊമ്പരവും നൽകുകയാണ് ചെയ്യുന്നത്. അസൂയ മൂത്താൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ഉണ്ടാക്കി പറഞ്ഞ് മറ്റുള്ളവർക്ക് വേദന കൊടുക്കും. മൂന്നാമത്തേതാണ് കൊതി, ഗ്ലട്ടണി. പരിത്യാഗം അനുഷ്ഠിച്ച് ആത്മീയ വളർച്ച പ്രാപിക്കേണ്ടവരാണ്. പക്ഷേ കൊതി മൂത്താൽ നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഭക്ഷണത്തോടായിരിക്കാം, അതുപോലെ ജഡസുഖത്തോടായിരിക്കാം, എന്തിനോട് കൊതി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പരിത്യാഗ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് കാമാസക്തി. ശുദ്ധതയ്ക്കെതിരായി വരുന്ന ഒരു പാപമാണ്. ശുദ്ധത നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്യൂരിറ്റി. അതിന് വിപരീതമായി വരുന്ന ഒരു കാര്യമാണ് കാമാസക്തി. മറ്റൊന്ന് മുൻകോപം. ദൈവമക്കളായി നമ്മൾ ദീർഘക്ഷമയോടെ ജീവിക്കേണ്ടവരാണ്, ക്ഷമ പരിശീലിക്കേണ്ടവരാണ്. അതിന് വിപരീതമായി വരുന്നതാണ് മുൻകോപം. ആറാമത്തേതാണ് ദുർമോഹം, ഗ്രീഡ്. ശരിക്കും നമ്മൾ ഔദാര്യം കാണിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, മറ്റുള്ളവരോട് ഔദാര്യം. പക്ഷേ ഈ ദുർമോഹം കയറിയവർക്ക് ഒരു ഔദാര്യവും കാണിക്കാൻ പറ്റുമെന്ന് വരില്ല. മറ്റുള്ളവർക്ക് അർഹമായത് പോലും ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ഏഴാമത്തെ കാര്യം, അവസാനത്തെ കാര്യമാണ് അലസത. കാര്യക്ഷമതയോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അലസർക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ അടിസ്ഥാന തിന്മകൾ, കത്തോലിക്കാ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടിസ്ഥാന തിന്മകൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം വേരുപാകി നമ്മുടെ ജീവിതത്തിൽ അടിയുറച്ചിട്ടുണ്ടോ? വേരോടെ പിഴുതെറിയണം. അഹങ്കാരം, അസൂയ, കൊതി, കാമാസക്തി, മുൻകോപം, ദുർമോഹം, അലസത. അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുമ്പോൾ ദൈവകരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. അനുതാപത്തോടെ നമുക്കിപ്പോൾ ഈശോയുടെ പക്കലേക്ക് തിരിഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ നിൻ ജീവനേ നിത്യ സഹായകനേ. നിത്യ സഹായകനേ. അല്പസമയം നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ആത്മാവിലൂടെ നമ്മെ സഹായിക്കും. ഒരൊറ്റ അടിസ്ഥാന തിന്മ പോലും നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് പിഴുതെറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ 7 അടിസ്ഥാന തിന്മകളും നമുക്കുണ്ടെങ്കിലും ദൈവാത്മാവ് നമ്മെ സഹായിച്ചാൽ അവയെല്ലാം പിഴുതെറിയാൻ നമുക്ക് പറ്റും.
ലൂക്ക 18:27 നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നാം ഇപ്പോൾ നല്ല തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പാപം പരിത്യജിക്കുന്നതോടൊപ്പം പുണ്യങ്ങൾ അഭ്യസിക്കാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. യാക്കോബ് 4:17 നമ്മൾ വായിക്കുന്നുണ്ട്, ചെയ്യേണ്ട നന്മ ഏതെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവർ പാപം ചെയ്യുന്നു. കർത്താവേ, പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ അടിസ്ഥാന തിന്മകൾക്ക് വിപരീതമായി വരുന്ന പുണ്യങ്ങളാണ് നാം അഭ്യസിക്കേണ്ടത്. അഹങ്കാരത്തിൻ്റെ വിപരീത പുണ്യമാണ് എളിമ. ഈശോയുടെ മുമ്പിൽ എളിമപ്പെടാൻ, മറ്റുള്ളവരുടെ മുമ്പിലും എളിമയോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അസൂയയുടെ വിപരീത പുണ്യമാണ് മറ്റുള്ളവരോട് ദയ കാണിച്ച് ജീവിക്കുന്നത്. ദയ തോന്നി, അലിവ് തോന്നി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മൾ ജീവിക്കുന്നത്. നമുക്കതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. എന്നാൽ മറ്റുള്ളവരോട് ദയ കാണിക്കുന്നത്, അവരോട് അലിവ് തോന്നുന്നത്, അത് വലിയൊരു ദൈവിക പുണ്യമാണ്. അത് വലിയ ആത്മീയ സമ്പത്തായിട്ട് മാറും. കൊതി ഒരുപക്ഷെ നമ്മെ മഥിക്കുന്നുണ്ടായിരിക്കാം. ഭക്ഷണത്തോടോ ലോകത്തിൻ്റെതായ കാര്യങ്ങളോടോ ഉള്ള നമ്മുടെ കൊതി, അതിന് വിപരീതമായി വരുന്ന ഒരു പുണ്യമാണ് പരിത്യാഗം. ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ ശരീരത്തിൻ്റെ തലത്തിൽ പരിത്യാഗം അനുഷ്ഠിക്കണം. നിരന്തരമായ പരിത്യാഗത്തിലൂടെ ഒരുപാട് ആത്മീയ വളർച്ച പ്രാപിച്ച എത്രയോ വിശുദ്ധരുടെ ജീവചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ശരീരത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ചല്ല, ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കണം. ആരെല്ലാം ഏതെല്ലാം രീതിയിൽ പാപസുഖത്തിന് നമ്മെ പ്രോത്സാഹിപ്പിച്ചാലും അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പുണ്യജീവിതം. കാമാസക്തി നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ശുദ്ധതയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരു തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. മുൻകോപം, പെട്ടെന്ന് കോപിക്കാത്തവർക്ക് ഏക വിവേകമുണ്ട്. മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നുവെന്ന് സുഭാഷിതങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 30, 29, 30 വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ, മുൻകോപത്തിൽ നിന്ന്, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്നെല്ലാം മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദുർമോഹത്തിന് വിപരീതമായി വരുന്ന പുണ്യമാണ് ഔദാര്യം. മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുന്നവരായി മാറണം. സുവിശേഷ വേലകളിൽ ഔദാര്യം കാണിക്കാൻ നമുക്ക് സാധിക്കണം. ദുർമോഹികൾക്ക് അത് സാധ്യമല്ല. അവരെങ്ങനെയെങ്കിലും അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും സമ്പാദിക്കാനുള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കും. ആത്മീയ സമ്പത്ത് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അലസത ഒരുപാട് തിന്മകൾ വളർത്തുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യക്ഷമതയുള്ളവരായിട്ട് മാറണം. ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്യുന്നവരെ രോഗം പിടികൂടില്ലെന്നാണ് ദൈവവചനം പറയുക. പ്രഭാഷകൻ 31:22 വായിച്ചാൽ അത് കാണാൻ പറ്റും. ഈശോയുടെ പക്കലേക്ക് തിരിയാം. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, കാരുണ്യവനായ ദൈവമേ, അവിടുത്തെ ശക്തി മക്കളുടെ മേൽ ഇപ്പോൾ അയക്കണമേ. കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും പൗരോഹിത്യത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിൽ കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ധ്യാനിച്ചവരാണ്, അങ്ങയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ദിവ്യകാരുണ്യ ശക്തി ഇവരുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഇവരുടെ ശരീരത്തിൽ സൗഖ്യമായി മാറട്ടെ, മനസ്സിൽ ആത്മീയ ആനന്ദമായിട്ട് മാറട്ടെ. ഇവരുടെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളും അങ്ങ് സുഖപ്പെടുത്തരണമേ. കർത്താവേ, തളർന്നിരിക്കുന്നവർക്ക് ശക്തി പകരണമേ. ഈശോയെ, അങ്ങയുടെ കരമുയർത്തി ഇവരെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. ഈ മക്കളുടെ നന്മയ്ക്കായി, ഇവരുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി അവിടുന്ന് ഇപ്പോൾ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അവിടുന്ന് ശാസിച്ച് മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ
നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കുടുംബത്തെ ആശീർവദിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഈശോയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.